ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ പിന്നെ പരീക്ഷണം ആണല്ലോ മെയിനായിട്ട് നിങ്ങളെ കാണിക്കാറ്. മാവ് എടുത്ത് തിന്നാ മാവ് എടുത്ത് തിന്നാണ്. ആരോട് പറയുന്നു വേണ്ട, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ബെസ്റ്റ് മണം സരിതന്റെ ഗുബൂസ് പരത്താൻ പോണേട്ടാ. ഗൂഗിളോ വാട 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 വാട. ആ കനം കൂടിയതില്ലേ കേടായത്, അത് ചേട്ടൻ റിപ്പയർ ചെയ്ത് കഴിച്ചോ? നോക്കി സരിത അങ്ങനെ ഉൾഗടിക്കാൻ പോണു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച സാധനമല്ല, വളരെ പേരുദോഷം കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷവർമ അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഒരാള് അയച്ചു തന്നതാണ് ഇതിന്റെ റെസിപ്പി. അപ്പൊ ആളുടെ പേര് ജിഗോ ഷെഫ് അറ്റ് ഹോം എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ. അതന്നെ ഷോർട്സ് ആണ്. ഷോർട്സ് ആണ്. കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ചേട്ടന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. നമ്മള് പിന്നെ പരീക്ഷണം ആണല്ലോ മെയിനായിട്ട് നിങ്ങളെ കാണിക്കാറ്. ബാക്കി എല്ലാവരും വളരെ കുറെ വട്ടം നോക്കി 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 പരീക്ഷ വിജയിച്ചു എന്ന് കാണുമ്പോഴാണ് അതൊരു വ്ളോഗായിട്ട് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിക്കുള്ളൂ. നമ്മള് മാത്രം ഇങ്ങനെ ചെയ്യണ്ടാവുള്ളൂ. നമുക്കിത് തുടക്കം തന്നെ എന്താണ് സംഭവിക്കാന്ന് അറിയാം. അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാവും പിന്നെ ചിക്കനും ആദ്യം തന്നെ പറ്റി വയ്ക്കണം. അത് നമ്മൾ 2 മണിക്കൂർ മുമ്പ് അടുക്കളയിൽ ഒക്കെ സെറ്റാക്കി, അടുക്കളയിൽ മറ്റൊടത്തുനിന്ന് സെറ്റാക്കി അത് ആദ്യം കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. 2 സ്പൂൺ ഈസ്റ്റ്, 1 ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നു. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിക്കണേ, നേരെ ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് വെക്കുക. അവിടെ 20 മിനിറ്റ് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം അല്ലേ. ശരിക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത്രയ്ക്കധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. അതെ, ഇത് 20 മിനിറ്റ് സമയം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ കൂടാരത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അതിന് കൂടാരം നമ്മൾ പേരിട്ടു കൂട്ടാ. ആരോ പേര് പറഞ്ഞ ആളാന്ന് നമുക്ക് ഓർമ്മയില്ല. കൂടാരന്നിട്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ഇപ്പം ഇവിടെ ലൈറ്റൊന്നും വെച്ചിട്ടില്ല, ഒരു ഇരുട്ടുണ്ട്, യോടിൻ്റെ ഒരു ഇരുട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ഈസ്റ്റ് വീർത്ത് വന്നു വേണ്ട. പിന്നെ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, 2 കപ്പ് മൈദീനെ എടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വീഴുമ്പോൾ കുഴപ്പമുണ്ടാവും. ശരിയല്ലേ? ടീസ്പൂൺ അങ്ങനെ എടുക്കായിരുന്നു അല്ലേ. അതിനൊക്കെ നമ്മൾ ഒരു പൊട്ട് കൊണ്ടിടാം. 1 കപ്പായിട്ടില്ല കേട്ടോ ചേട്ടാ. ശരിക്കും അടുത്തതിൽ ഒരു പൊട്ട് കൂടുതൽ എടുക്കാം. നമുക്ക് കഴിഞ്ഞിട്ട് ഒരു പൊട്ട് കൊണ്ടിരിക്കാം ചേട്ടാ. 2 കപ്പ് എടുത്തു. പിന്നെ എനിക്ക് ആവശ്യത്തിലുള്ള ഉപ്പിടാം. വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ. ഉപ്പ്. ഇനി അടുത്തത് നമ്മുടെ ഈസ്റ്റിൻ്റെ ഒഴിക്കുന്നോട്ടെ അതിലേക്ക് കുഴയ്ക്കുക. അത് മുഴുവൻ ഒഴിച്ചോ? വെള്ളം ഇനി ഒഴിക്കേണ്ടി വരും എന്തായാലും. അത് ഒഴിക്കേണ്ടി വരും. അല്ല, ഒറ്റയടിക്കാനായിട്ട് നമ്മൾ പോരാത്ത വെള്ളം ഒഴിച്ചാൽ മതി. ചപ്പാത്തിയുടെ ലെവലിൽ കുഴക്കണം കേട്ടാ. ജഗു ഒന്നുമില്ലോ. ജഗു ട്യൂഷൻ ഇങ്ങോട്ട് വാ. ജഗു ഇങ്ങോട്ട് ആ ബാഗ് കൊണ്ടുപോവാ. ജഗു സ്കൂളിൽ പോയത് അല്ല ട്യൂഷന് പോയി ബാഗ് കണ്ട. ആ ബാഗ് കാണിച്ചെടുത്ത സ്കൂളിൽ പോയിട്ടുള്ള ബാഗ് കണ്ട. അല്ല ട്യൂഷന് പോയിട്ടുള്ള ബാഗ് കുഴപ്പമില്ലല്ലോ, ഒതുക്കുള്ള ബാഗല്ലേ, നല്ല ബാഗല്ലേ. ഇത്തിരി വെള്ളം നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിക്കാം. എന്താ ഇത് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോകണം. അത് ഇപ്പോഴത്തേക്കല്ല, നാളത്തേക്കല്ല, ഉച്ചക്കിലേക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളിയിൽ കുഴച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് ഈ ചില്ല് പാത്രമാണ്. ഇത് പൊട്ടോന്നുള്ളൊരു പേടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആക്കുമ്പോൾ. കൈ തെറ്റാ എന്തെങ്കിലും. അല്ല, ഞാൻ സ്റ്റീലിൻ്റെ ഇത് എടുത്തിട്ട് തരാം. ഇതിൽ തന്നെ മതി, കുഴയോട് കുഴ. പിന്നെ ഇതിപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങളെല്ലാം ഉണ്ടാക്കണല്ലോ. അതന്നെ വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഈ ചില്ല് പാത്രത്തിൽ നിന്ന് എടുത്തത് ഇങ്ങനത്തെ പരന്നതിൽ തട്ടിലേക്ക് ആക്കിയിട്ടാണ് കുഴയ്ക്കാനൊരു എയിമല്ല. നമ്മൾ ശക്തി പ്രയോഗിക്കണമല്ലോ. നല്ലത് ജോയിൻ്റ് ഉള്ള വന്നിട്ട് എടുത്ത് തുടങ്ങിയില്ലേ. ഇത് നല്ല ഭംഗിയിലായിട്ടാണ് കണ്ട. എന്നിട്ട് ഇതിൻ്റെ മീതത്തിരി ഓയിൽ തടവിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് വയ്ക്കുന്ന പോലെ തന്നെ 2 മണിക്കൂർ നേരം വെക്കണം. പൊന്തി വരണം അല്ലേ. നല്ല കട്ടയമ്മ തടവണ പോലെ ഉണ്ട് അല്ലേ. കണ്ട നല്ല രസം.
കഴിഞ്ഞ മതി. ഇനി തോർത്തും കൊണ്ടേ നനഞ്ഞ തുണിന്ന് ഇത് മൂടി വയ്ക്കാം. ഇത് നാളികേരപ്പാല് പിഴിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചേക്കണം ഇങ്ങനത്തെ തോർത്തുമുണ്ടുകൾ. ഇതിൽ ഉജാല പിഴിയില്ല കഴുകുമ്പോഴേ, മറ്റേ തോർത്തുമുണ്ടിൽ ഉജാല പൊക്കില്ല. അപ്പം അത് നമുക്ക് നനച്ച് ഇതുമ്പോൾ വെക്കാൻ പറ്റില്ല, ഉജാല പിടിക്കും. അപ്പോൾ നമ്മളിത് മൂടി വയ്ക്കുന്നു കേട്ടോ. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അടുക്കളയിൽ കൊണ്ട് വയ്ക്കാം. ഇതിലേക്ക് ഷവർമയിലേക്ക് ചിക്കൻ വേണമല്ലോ. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇത് എടുക്കണം. അതിൻ്റെ ദൈവമേ, അതിൻ്റെ മുറുക്കിൽ ശരിയില്ല. ആദ്യത്തെ മുറുക്കിൽ ശരിയില്ല കേട്ടോ. കത്തിക്ക് ഇത്തിരി മൂർച്ച കുറവ് വന്നുകൊണ്ട് കനം കുറച്ചിട്ടേ കനം കുറച്ചിട്ട് പീസുകളാക്കിയിട്ട് ഇങ്ങനത്തെ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാത്ത പീസുകൾ വേണമല്ലോ. ഇത്തിരി മൂർച്ച ഉണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഈ ചിക്കനില്ലേ, ഈ ചിക്കൻ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഈ മസാലയിൽ നിന്ന് പറ്റി വയ്ക്കാൻ പോവാണ്. ഉപ്പ് പൊടി ഇട്ടു, എനിക്ക് ആവശ്യമായിട്ട് ഉപ്പ് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുന്നു കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ഇട്ടാ, ജീരകപ്പൊടി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ കേട്ടോ. നോക്കിയിട്ടാക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ചിലപ്പോൾ ഒലീവ് ഓയിൽ ഇത്തിരി വേണ്ടി വരും. ജീരകത്തിന് നല്ല മണം വരുന്നുണ്ട്. ഒരു പൊട്ട് ഒലിവ് ഓയിൽ കൊണ്ട് ഒഴിക്കില്ല, ഒരു പൊട്ട്. നല്ല മസാല കൂട്ടായി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുന്നു കേട്ടോ. ഇതൊരു 2 മണിക്കൂർ വെക്കുക കേട്ടോ. എങ്ങനെയുണ്ട് പറ്റിയിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇട്ട് ഒലിവ് ഓയിൽ കൊണ്ട് ഒഴിക്കട്ടെ. അതായത് ഇപ്പോൾ നന്നായി പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 മണിക്കൂർ കൊണ്ട് ഇരുന്നാൽ മതി. 2 മണിക്കൂർ ഇരുന്ന് അടിപൊളിയാവും. എന്നിട്ട് നമുക്ക് കഴിക്കാനെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് സാധനം പരട്ടി വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറെല്ലാം അധികമായിട്ട് ഇത് വീർത്ത് ഇരട്ടി വലിപ്പമായി. അത് കുഴച്ച് വെച്ചു, ഇത് പരട്ടി വെച്ചു. അല്ല, ഇത് ഇരട്ടി വലിപ്പമായി കണ്ട. പിന്നെ ഇത് ഒരു 2 മണിക്കൂറായിട്ട് നല്ലതായിട്ട് പരട്ടി പിടിച്ചു. അതന്നെ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചിക്കനാണ്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിൻ്റെ ഇടയിൽ സരിത ഇത് പരത്തും. ഓണാക്കിണ്ട്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അല്ലേ? ഇന്നലെ മറ്റേ ഫഹദ് വാസിൽ പറഞ്ഞില്ലേ, അത് ഇഷ്ടമുള്ള സാധനമാണ്. 10 കൊല്ലം മുമ്പ്, എത്ര കൊല്ലം മുമ്പാണ് ആൾ കഴിച്ചത്? അവസാനമായിട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് അത് ഭയങ്കര ഇൻഫെക്ഷനൊക്കെ പറഞ്ഞിട്ട് എത്ര ആരം മരിക്കുകയൊക്കെ ചെയ്തില്ലേ. തിലകന്റെ മോനില് ഷോബീരെ മോനെ ഷോബി തിലകൻ, അവരുടെ ഭാര്യ മക്കളൊക്കെ ഇതായിട്ട് പിന്നെ അതിനെ കുറിച്ചിട്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷവർമേനെ കുറിച്ച്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയണേ. അപ്പൊ ഇതിന് ഭയങ്കര ആരാധകരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഇപ്പൊ അടുത്ത് എന്നിട്ട് നിന്നെയും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് 4 കൊല്ലം മുന്നേ കുക്കുഡോറിൽ പോയിട്ട് കഴിച്ചു. അപ്പൊ എനിക്ക് ഇഷ്ടായില്ല. കഴിച്ച പോലെ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. അപ്പൊ അത് കഴിക്കല് നിർത്തി. ഇതുവരെ പിന്നെ കഴിച്ചിട്ടില്ല. പക്ഷെ വീഡിയോ കണ്ടപ്പോ ഇത് ഭയങ്കര രസമുണ്ടെന്ന് തോന്നുന്നു. വഴിയിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ ചിക്കനായിട്ട് ചെത്തി എടുക്കുന്നത്. നമുക്ക് ചിക്കൻ ചെത്തി എടുക്കാൻ പറ്റില്ല. ഇതിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് നമ്മള്. അതേ ടേസ്റ്റ് ഒരിക്കലും വരില്ലേ. കാരണം അതിന്റെ ആ മേക്കിംഗ് വേറെ അല്ലേ, അതിന്റെ പ്രിപ്പറേഷൻ. അതിങ്ങനെ അതില് എന്തിട്ടൊക്കെ സാധനങ്ങളായിരിക്കും ഇങ്ങനെ കോർത്ത് വെക്കുന്നുണ്ടാവുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം ഓരോ സാധനം. അല്ല, ചിക്കന്റെ ഒരു പീസ്, പിന്നെ ഇടയിലിടയിൽ വേറെ ഓരോ സാധനങ്ങളാണ് എല്ലായിരിക്കും ഉണ്ടാവുക. എന്നിട്ടല്ലേ മൊത്തം ചിക്കനാ? എന്തിട്ടത് മൈദ മാവ് എടുത്ത് തിന്നാ? മാവ് എടുത്ത് തിന്നണ് ഒട്ടി പിടിച്ചത് വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ടാണ്. പച്ചമാവ്, പച്ചപ്പപ്പടം, അതൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അരിപ്പൊടി നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്നും. ദോശമാവ് കണ്ടു കഴിഞ്ഞാൽ അത് തിന്നും. അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ മുടി വെട്ടാറായി ജഗുവിന്റെ നല്ല മാമ്പഴം ഇടയ്ക്കിടയ്ക്ക് വീണുണ്ട്. അത് എടുത്ത് തിന്നില്ല. അപ്പൊ നമ്മള് സൺഫ്ലവർ ഓയിലാണ് നമ്മള് ചിക്കൻ വറക്കണത് കേട്ടോ. ചിക്കൻ
അതിൽ കാണിക്കുന്നത് ഇങ്ങനെ ഫ്രൈന്റെ സാധനം നമുക്ക് ചേട്ടൻ എല്ലാ വട്ടം ആ കടയിൽ പോകുമ്പോഴും അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കും, അവിടെ വയ്ക്കും, എന്നിട്ട് അവിടെ വെക്കും. അതിന്റെ സ്വഭാവമായി മാറി. വാങ്ങിക്കില്ല. പിന്നെ ഇനി അത് വാങ്ങിച്ചിട്ടുള്ള കാര്യമില്ല. ഓയിൽ ഇത് ഗ്രില്ല് ചെയ്യാനാ പാടുള്ളൂ, ഓയിൽ വറുത്തെടുക്കരുത്. അയ്യോ പത്ര ചെയ്യാൻ ഒന്നും ചെയ്യണ്ട. അതിന് ചേട്ടാ ഇതിൽ തന്നെ വറുത്തു. നമ്മള് സാധനം കണ്ടിട്ടില്ലേ ആ ചില്ലും കൂട്ടി അതിങ്ങനെ ആവിയും ഇങ്ങനെ വേവല്ലേ, ചൂട് വന്നിട്ട്. നമുക്ക് ഇങ്ങനെയാക്കാം, അല്പം വെള്ളം ഒഴിക്കാം. മോലല് ഇതിൽ നാടോടിക്കാറ്റില് നല്ല മുഴുത്ത പാലാന്ന് പറഞ്ഞ പോലെ ഇത്തിരി കൂടുതൽ ഒഴിക്കാം. നമുക്ക് ആരോട് പറയുന്നു വേണ്ട, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ അതിന്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിരലിന്റെ പോലെയാണ് ഈ ആ പാത്രത്തിന്റെ വറക്കണ ഈ സാധനത്തിന്റെ കൈവിരലില്ലേ, അതിൽ നിറച്ച് അല്ല ചേട്ടാ വരുന്നില്ല. ഇങ്ങനെയാണ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ചാലുകളിലാണ് എണ്ണ പോവാ, തിരി എണ്ണ പോവാ. അപ്പൊ ശരിക്കും ആ ഓയില് കിടന്ന് വറവാവില്ലേ, ഗ്രില്ല് ചെയ്ത പോലെ കിട്ടും. ആ സാധനം മനസ്സിലാക്കി. അപ്പൊ ആ സാധനം നമ്മൾക്ക് വാങ്ങിക്കേട്ടാ. ഇത് ഭയങ്കരമായിട്ട് പറ്റി പിടിച്ചല്ലോ തരുത. ആരാ വരുന്നത്? അല്ല ചേട്ടൻ. അപ്പൊ ഇത് വെക്കാം. അല്ല ചേട്ടാ എന്തോ പറയാണ്ട് അല്ല ചേട്ടന്. ഇവൾക്ക് കുരക്കറിയോ? പേളിക്ക് കുരക്കണ ആദ്യമായിട്ടാ കാണുന്നു. അപ്പൊ നമ്മളിത് വറക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാത്രം അങ്ങനെ ഇല്ലാത്ത കൊണ്ട് നമ്മള് ചെയ്യണൊക്കെ സുന്ദരനായിട്ട് വരുന്നുണ്ട്. ഇന്ന് പണിയില്ലേ? പേളി. അയ്യോ പേളി മാണിയില്ല, പേളിന്ന് മാത്രല്ല പേളി മാണിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. ബെസ്റ്റ് മണം സരിതന്റെ അല്ലേ? എന്തൊരു ബെസ്റ്റ് മണ. ഷവർമ്മ ഉണ്ടാക്കാൻ ഞങ്ങള്. അപ്പൊ ഇവിടെ നമ്മുടെ പിഴച്ചു കൂട്ടാ. ഇതില് പിഴച്ചു, ഓയില് കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തു, അതില് പിഴച്ചു. നമ്മുടെ മാവ് കണ്ടോ നോക്കിയേ, പൊന്തിയല്ല, നല്ല ഇരട്ടി വലുപ്പായിട്ടാ. ഇനി ഇതൊന്ന് അമർത്തിന്ന് കുഴക്കണു, എന്നിട്ട് ഉരുളകളാക്കണു. എത്ര ഉണ്ടാക്കാൻ പറ്റും സരിത? ചാർലി നീ കണ്ടിട്ടില്ലേ? നോക്കിയേ ചാർലി രണ്ടുപേരുണ്ട് കുരയ്ക്കാൻ നോക്കാ. പേളിന്ന് ഇവിടെ പേര് പേളി 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 പേരിടണം വിചാരിച്ചു. ചാർലിക്ക് മാച്ച് ആവും വേണം. അപ്പൊ പേളി പേളിങ്ങനെ വാ. ഞാനിവിടുത്തെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. പേളി ചാർലി കളിച്ചോട്ടെ. ഇവിടെ കിടന്നിട്ട് എവിടെയാ പന്ത്? നമ്മുടെ ഫുട്ബോൾ എവിടെയാ? ഇതുകൊണ്ട് എത്ര ആക്കാൻ പറ്റും? ഒരു 5-8 ബോൾ ആക്കാൻ പോണം കേട്ടാ. 5-8 ബോളിനുള്ളതുണ്ടാവും. ഇത് കനത്തിൽ വേണം പരത്താൻ. ഡാട്ടി പിടിക്കരി വേണ. ചപ്പാത്തിയുടെ ഇരട്ടി കനം വേണം. കനം വേണം. കുബൂസല്ലേ? ശരിയാക്കി അല്ല ജഗോ. അപ്പൊ ഒരു എത്ര ഉണ്ടാക്കാൻ പറ്റും? 4 വേണമെങ്കിൽ പറ്റുമായിരിക്കും. ഇതിലാക്കി വെച്ചോ. ഒരെണ്ണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ള ജഗുവ. 5 ആക്കാം. ഒരെണ്ണം വലിച്ചിന് കൊടുക്കാം. ഞങ്ങള് പോയി. അല്ല ചേട്ടന്റെ കുറുക്ക്, അല്ല ചേട്ടൻ രാത്രി കഴിക്കണ ഫുഡ് കുറുക്കാണല്ലോ. അപ്പൊ അത് എന്റെ വീഡിയോ ഇടാനായിട്ട് നമുക്ക് അന്ന് കമന്റ് വന്നോളൂ. പക്ഷെ അല്ല ചേട്ടന് 3 പേരും കുറുക്കാല അവര് രാത്രി കഴിക്കുക. അല്ല ചേട്ടൻ മാത്രല്ല. അപ്പോ എന്താ പറയാന്ന്, അത് ഉണ്ടാക്കാനായിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അല്ല ചേട്ടൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് വേഗം വെക്കണ കാരണം കൊണ്ടേ പണി, പിന്നെ നെല്ലിന്റെ പണിയും എല്ലായിടത്തും ഇപ്പൊ കൊയ്ത്ത് നടക്കല്ലേ. അപ്പൊ നെല്ലിന്റെ പണിയൊക്കെ ഉള്ള കാരണം അല്ല ചേട്ടന് ഒഴിവില്ല. അപ്പൊ ഇന്നും നാളെ അല്ല ചേട്ടൻ ഒഴിവാ. അപ്പൊ അത് പറയാൻ വന്നതല്ല ചേട്ടൻ വീഡിയോ എടുക്കാൻ. കുറെ നാളായില്ലേ അല്ല ചേട്ടൻ ചെറിയേട്ടനൊക്കെ കണ്ടിട്ട്. ഇത് രണ്ടും വലുതായില്ലേ? അപ്പൊ അതിന് രണ്ടിനും കൂടിയിട്ട് ഒരു 3 അല്ല ഇതിന് തിരിച്ചതിന് കൊടുത്താ പോരെ? 5 മതി. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ ഞങ്ങൾ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ. ഇത് വേഗം ആവും. ബണ്ണുണ്ടാക്കാനാണ് ഇത് ഇങ്ങനെയാക്കാം ചേട്ടാ. ഞാൻ പഠിക്കാൻ പോയില്ലേ അന്ന് മറ്റേ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയാക്കാം. മറച്ചിടാം. അല്ല മറച്ചിട്ട് പകുതിയായിട്ട് പറയാം മറച്ചിട്ടാണ്. ചേട്ടപ്പ എന്ത് പറഞ്ഞാലും ആളുകള് അതിനെ ക്ഷമിച്ചോളും. ശരിക്കും ഇത്രയ്ക്ക് ഓയിൽ വേണ്ടിയിരുന്നില്ല. ഞാനും പറഞ്ഞു
അല്ല അല്ലാണ്ട് ഇത് ഫ്രൈ ആവും നല്ല. ചേട്ടൻ ആ വീഡിയോ കണ്ടില്ല അല്ലേ ശരിക്ക്? കണ്ടു ഞാൻ. അല്ല ആ പാത്രമില്ല നമ്മുടെ ഗ്രില്ല്, മറ്റേ ഗ്രില്ല് പോയി പാത്രത്തിലായാലും വളരെ കുറച്ച് ഓയിൽ ജസ്റ്റ് നോക്കണുള്ളൂ. അതാ മതിന്ന്. പക്ഷെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, ഇത് ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ. ഇതേ ഓയിൽ കിടന്ന് വറവാവണതും അല്ലാണ്ട് ആവണതിനും ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തോളൂട്ടാ. കഴിഞ്ഞില്ലേ? അപ്പൊ മയണൈസ് ഉണ്ടാക്കാനായിട്ട് അല്ല കോൾസ്ലോ ഞാൻ പറഞ്ഞാൽ മതിയാ. പറഞ്ഞു. കോൾസ്ലോ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറി ഇതിലേക്ക് ആവശ്യമാണ്. സലാഡ് പോലെ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പം കുക്കുംബർ വേണ്ട പറ്റില്ല അങ്ങനെയല്ല അരിയണ്ടേ. ശരിയാവില്ല. ഓ ശരിക്കും അരിയണ്ട. വല്ല ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് ഈ വശത്തേക്ക് വരില്ല. വേണ്ട വട്ടത്തിലല്ല അരിയണ്ടേ, നീളത്തിൽ കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട്. വളരെ സ്ലൈസ്. നീ കൈ മുറിക്കും. നീ ഇത് ഭയങ്കര മുറിച്ചേക്കത്തി. അപ്പൊ സരിത അത് അരിയുന്നിട്ടാ. അപ്പളേ അതിന് മുന്നേ ഞാൻ ഈ ചിക്കൻ ആയിട്ടുണ്ട്. ഇത് എടുക്കണം കേട്ടാ. എങ്ങനെയാ അരിയണേ നോക്കി. പെട്ടെന്ന് തന്നെ ആവും ഇത്. കാരണം ഉള്ളിൽ എല്ലില്ലാത്തതാണ്. അതിന് വേഗമാവും. അപ്പം എണ്ണ മുഴുവൻ ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഇതാട്ടോ അത് എടുത്തു. ഇനി ഇതിനെ നമ്മൾ സ്ലൈസായിട്ട് അരിയണം. കണ്ട അച്ചരിയണം അതുപോലെ അത്രയും കനം കുറച്ചരിയണം. അപ്പോൾ നമ്മൾ കുബൂസ് പരത്താൻ പോവുകയാണ്. എനിക്ക് ഈ കത്തിയോണ്ട് അരിയാൻ പറ്റില്ല സരിത. അതെന്താ? അതുകൊണ്ടാകുമ്പോൾ സിമ്പിളായിട്ട് ഇത് എന്തോ അരി അറിയാത്തതിന് കത്തിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട. ഗുബൂസ് പരത്താൻ പോകണം കേട്ടാ. ആദ്യം ഇത്തിരി മൈദപ്പൊടി ഇട്ടു. എന്നിട്ട് ഒരു ഉരുളെടുത്തു. അച്ഛന് ചുറ്റും കണ്ടുണ്ട്. കൈ കൊണ്ട് പരത്തണം. ഒരേ കനമായിരിക്കണം എല്ലാ സ്ഥലത്തും. നീ ഷവർമ കഴിച്ചിട്ടുണ്ട് വല്ലവരും? അപ്പം പോയിട്ട് ആരപ്പം പോയിട്ടാ? ചേട്ടന്മാരെ അതെ. ഇവിടെ സജീവന്റെ മോളില് പൊന്നൂസ് അവൾക്ക് +2 ഫുൾ A+. അപ്പൊ അതിന്റെ ചെലവാണ് ഇന്ന് പിള്ളേർക്ക്. വലിയവർക്കില്ല ചേട്ടാ. വലിയവർക്കില്ല. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. അപ്പൊ അതിന് പുറത്തേക്ക് കൊണ്ടുപോണ്ട്. എവിടേക്കാണാവോ? തോംസൺ കാസലിക്കാവൂല്ലേ? അവര് അവിടെ പാപ്പൻ കട കൊണ്ടുപോകാറ് അക്ഷയാണല്ലേ. വട്ടത്തിൽ പരത്തണം. അധികം വട്ടം പാടില്ലല്ലോ. കനം വേണം. ചപ്പാത്തിയുടെ ഇരട്ടി കനല്ലേ വേണ്ടത്. വലിയ വട്ടം ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് ഇതിപ്പം തുട്ട് ഷേപ്പ് എന്നാ പറയാ. ഇവിടെ ഇങ്ങനെ വട്ടായിട്ട് വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ വന്നു. അതല്ലേ രഘു പറഞ്ഞു ഭയങ്കര പെർഫെക്റ്റ് ആവണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ പോവാ. ഞാൻ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കാര്യം ചെയ്യാം. ഈ ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഇത് പരത്തിയിട്ട് അത് പരത്തുമ്പോൾ എന്നൊരു കുഴപ്പം ഒരു സരിത പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശക്കല്ലുമേ കുറേ നാളായി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കുമ്പോൾ വയ്ക്കുകയാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഇതും പിടിക്കുമ്പോൾ അടിയിൽ പിടിക്കുന്നത് പറയുന്നത്. നമുക്ക് നോക്കിയോ പരീക്ഷണം നടത്തി വെക്കാം. നമുക്ക് ഇതെന്ത് എടുത്തിടാൻ പറ്റില്ലേ? ഞാൻ അതെടുത്തതാണ്. അടുത്ത് പരത്തട്ടെ. പരത്തിക്കോ. ചിക്കൻ കഴിഞ്ഞിട്ട് നോക്കിയോട്ടെ. ഉപ്പൊക്കെ നോക്കി ഒന്നും വിടതല്ല. അടിപൊളി. നല്ല രസല്ലേ? വല്ലാണ്ട് ടേസ്റ്റാണ് ഇതിന് ചിക്കൻ. ദൈവം അടി പിടിക്കുന്നത്. തീ വളരെ കുറവിലിട്ടിട്ട് വേണ്ട അത് വേവിക്കാൻ. അത് വേവില്ല. കനണ്ടല്ലോ. ഒലിവ് ഓയിൽ അതില് ചെയ്തിട്ടുണ്ട്. അയ്യോ അടിയിൽ പിടിക്കില്ലട്ടാ. അതന്നെയാണല്ലോ ഞാൻ അല്ല അത് മറിച്ചിടുക. എന്നാലേ പോള വരള്ളൂ. അത് മനസ്സിലായി. ഞാനത് ആലോചിക്കുന്നതല്ല. ഇതിന്റെ അടിയിലൊരു പിടുത്തുണ്ട് ചെറുതായിട്ട്. അത് എത്ര സമയം ഇട്ടാലും ആ പിടിക്കണത് പിടിക്കും. നോട്ടാ കൂടുതൽ പിടിക്കും. ഒരു ചെറിയൊരു മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. അത് വരും. തീ കുറവിലിട്ടിട്ട് വേണം കേട്ടാ. നൈസിലെന്നെ തീ. വല്ലാണ്ട് ഇതിൽ തീയാക്കണില്ല. കുബൂസ് മൈദയിലുണ്ടാക്കും മറ്റേലുണ്ടാക്കും തോന്നിട്ടാ. ഇതിന് ഈ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രണ്ട് പകുതി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നു പറയുന്നത്. കുഴപ്പമില്ല സാർ. ഇത് നോക്കിയേ ഓളയ്ക്കോന്നൊരു ദൈവത്തിന് അറിയാം. മൈദപ്പൊടി കരിയലുള്ള
കനം കൂടുതലാണല്ലേ? അപ്പൊ ഇനിയും കനം കുറയ്ക്കണം. കനം അതായത് ഇത്ര വലിയ ഉരുള പാടില്ല. ആണോ? നമ്മള് ഇവിടുന്ന് മറ്റേ ഈ ചില സമയം നമ്മള് ഷവർമ്മ പറയാൻ പേര് അല്ല, എന്തൊരു സാധനത്തിന്റെ പേര്, അൽഫാം വാങ്ങിക്കുമ്പോ ഒരു കുബൂസ് തന്നെയുണ്ട്. വളരെ നൈസ് സാധനം തന്നെ. ഓർമ്മയില്ല. കുബൂസിനെ കഴിക്കാറില്ലേ? അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇല്ലല്ലോ. അൽഫാമും കഴിക്കാറില്ലല്ലോ. അല്ല, അതിന്റെ ഒപ്പം മുന്നേ വാങ്ങിച്ചപ്പോ ഫസ്റ്റത്തെ ഭയങ്കര കനം കൂടി. കനം കൂടുതലാണ് അതിന്റെ. ചെറുതാണ് വേണ്ടത്. ഭയങ്കര കനാണ്. കണ്ടാ പോർക്കണല്ലേ, വീർക്കണില്ലേ, വീർത്ത് വരുന്നുണ്ടെന്ന് തോന്നില്ലേ. മറിച്ചോട്ടെ, പോളക്കണം ശരിക്കും. നോട്ടെ, കനം കൂടുതലായിരുന്നു വീർക്കാത്തത് നോക്കില്ലേ. ഇത് ചപ്പാത്തിയുടെ 3 ഇരട്ടി കനുണ്ട്. ഇത് എന്താ 2 ഇരട്ടിയേ പാടുള്ളൂ. 3 ഇരട്ടി കനുണ്ട് ഇത് ചപ്പാത്തിയുടെ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മള് ക്ഷമിച്ചു. നമ്മള് അടുത്ത് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയാണ്. അടുത്ത് പരത്തിയത് ഞാൻ വീണ്ടും ഇങ്ങനെ ആക്കിട്ടാ എടുക്കാറായി തുടങ്ങിയത്. കണ്ടാ വേവട്ടെ, അത് വേവണ്ടേ, എത്ര കനുള്ള സാധനല്ലേ. ഇത് ഞാൻ അരിയട്ടെ. നീ ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ വെറുതെ നിന്നാ മതി. ഇത് പരിയാൻ സ്ഥലല്ലേ. ചിക്കൻ നീ അരിഞ്ഞാലേ പൊടിയാവും. പിന്നെ പൊടിയാണോ? ഇത് ഭയങ്കര കനം കുറവാവോ? കനം കുറയോ? അല്ല, ഞാനിപ്പോ ഉണ്ടാക്കണത് നോക്കി നോക്കാം നമുക്ക്. ഇതൊക്കെ പരീക്ഷണം നമ്മൾ ചെയ്യുന്നത് മാത്രം. പരീക്ഷണം പോലെ ഞാൻ അരിയട്ടെ. ഒരു മിനിറ്റ്, ഇത് ഫസ്റ്റ് തിരിക്കണേ. ഫസ്റ്റ് തിരിക്കണം. അതിൽ കനുണ്ട് കേട്ടാ, നല്ല കനുണ്ട്. ഇതിപ്പോ കനം ഭയങ്കര കുറഞ്ഞു തോന്നുന്നുണ്ട് ചേട്ടാ. നോക്കി നോക്കാം. മതി മതി, ഇത്ര വട്ടം മതിയാ? ഇതിലറിയാം നമുക്കിത് വീർക്കില്ലെന്ന്. ഇതിൽ പോളകൾ വരുന്നത്. അമർത്തല്ലേ, ഇപ്പൊ അമർത്തരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറിച്ചിട. അമർത്തല്ല, മറിച്ചിട. ഇതില് പോള പൊങ്ങുന്നുണ്ട്. സരിത നോക്കിയേ, കണ്ട. പൊങ്ങുണ്ട്, പ്രശ്നത്തിന്റെ പോലെ പൊങ്ങുണ്ട്. ഇത് ഒറ്റ പോളയിട്ട് വരുന്നുണ്ട്. ഇത് അവിടേക്ക് ഇത്തിരി കൂടി മുട്ടണ അടി സമയത്ത് അടി കരിയോന്ന് എനിക്ക് പേടി. വാട 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 വാട. വന്നു. സരിത നോക്കിയേ, ഈ കനനി പാടുള്ളപ്പോ നമ്മൾ ഫസ്റ്റത്തെ കനം കൂടുതലാണ്. അപ്പോൾ ഒരു പോളയിട്ട് കിട്ടി നമുക്ക്. നമ്മൾ വിചാരിച്ച മറ്റത് വെച്ച് നോക്കുമ്പോൾ എന്തൊരു വലിയ വ്യത്യാസം അല്ലേ. ഒക്കെ ശരി, പരിപാടി ക്ലിക്കായി. അങ്ങനെ നമ്മളെ ഗുബൂസ് സരിത ഒക്കെ പരത്തി വേവിച്ച് കഴിഞ്ഞു കേട്ടോ. കുബൂസ് പറഞ്ഞാലും ഇനി ഈ പറഞ്ഞ പോലെ ഈ പച്ചക്കറി ഉണ്ട്, നൈസായിട്ട് അരിയാൻ പോകണം കേട്ടോ. വളരെ നൈസായിട്ട്. ചില സ്ഥലത്തൊക്കെ നമ്മള് വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കുഞ്ഞു വെട്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നല്ല ഭംഗിയിൽ ഇങ്ങനെയുണ്ട്. നമ്മള് കണ്ട വീഡിയോയിൽ ഇങ്ങനെ നീളനായിട്ടാ. നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി ഇടാം അല്ലേ? ചെറുതാക്കണ പൊടി പൊടിയായിട്ട് അരിഞ്ഞിടണം. ഇത് ഞാൻ വെറുതെ തിന്ന് നോക്കാം, എങ്ങനെ ടേസ്റ്റ് നോക്കാനാ. ആ കനം കൂടിയതില്ലേ, കേടായത്, അത് ചേട്ടൻ റിപ്പയർ ചെയ്ത് കഴിച്ചോ? കേടായ ചിക്കൻ കിട്ടിയിരുന്നെങ്കിൽ റിപ്പയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാന്ന് പറയില്ലേ മായാവിയില്, അതുപോലെ അത് റിപ്പയർ ചെയ്ത് ചേട്ടൻ കഴിച്ചു. അത് എന്തുണ്ടോ നോക്കിയായും തന്നെ വേറെ സാധ്യത കുറവാ. ഭയങ്കര കനല്ലേ അതില്ലേ, കേട്ടാ. ഭയങ്കര കനായി അത് കണ്ട. അത് ചൂട് ഭയങ്കര. അത് എന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വേവിച്ചോ. തീ കെടുത്തി ചേട്ടൻ? എന്തുണ്ടാ? ഇല്ലല്ലോ. എന്തുണ്ടാ? ഇല്ലല്ലോ. ഒരു പച്ചമാവിന്റെ പോലെ തോന്നില്ലേ? അതിന്റെ ചൂട് കൊണ്ട് വെന്തോട്ടെ. പ്രാന്ത് പിടിച്ചിട്ടുണ്ടോ അത് കാണുമ്പോ? കുക്കുംബർ കേട്ടാ. നടിയിലത്തെ കുക്കുംബറിന്റെ ചോറ് കളഞ്ഞിട്ടുണ്ട്. തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം നമ്മൾ എടുക്കണില്ലേ, അത് ഞാൻ തിന്നും. നോക്കി സരിത. തക്കാളി അരിഞ്ഞിരുന്നു. ഞാൻ മയണൈസ് ഉണ്ടാക്കാണ്. മയണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എങ്കിലും മയണൈസ് ഭയങ്കര വില്ലനാണ്. പെട്ടെന്ന് ഇത് വരില്ലേ, ഗാർലിക് മയണൈസ് ആണ് കേട്ടോ. അപ്പോൾ 3 മുട്ടയുടെ വെള്ളം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി ഇട്ടു. ഒക്കെ മിക്സിയിൽ ജാറിലേക്ക് ഇടണം കേട്ടോ. അയ്യോ, അതിൻ്റെ ഉണ്ണി
കയ്യോടെ കൊടുത്തോ. അയ്യോ മര്യാദക്ക് ആ കുഴപ്പമുണ്ടോ? ടീസ്പൂൺ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിരോധമൊന്നും അല്ല മയണൈസ് ഉണ്ടാക്കാൻ മുട്ടയുടെ വെള്ള വേണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ പിന്നെ നല്ല വെള്ള കളറിൽ മയണൈസ് ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കണതാട്ടോ. അപ്പോൾ ആദ്യത്തെ ഉണ്ണി അതിലേക്ക് വീണു. അടുത്തലത്തെ രണ്ടിലത്തെ ഉണ്ണി നമുക്ക് മാറ്റാം. ഇതെങ്കിലും വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് കറക്റ്റായിട്ട് കൃഷ്ണ അവിടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സുഖമായിട്ട് എടുക്കണതാണ്. ചാർലി മുത്തേ ഇങ്ങോട്ട് വാ. കാലാവസ്ഥ വ്യതിയാനം മൂലം അല്ല ഈ കോഴിമുട്ടയ്ക്ക് അതെ ഇതിന്റെ ഉണ്ണി കലങ്ങിയിട്ട് ചേട്ടാ ഇരിക്കണേ. അത് ഈ ചൂട് കാലാവസ്ഥയല്ലേ. സബോള ഇങ്ങനെ ഞാൻ അയ്യോ എന്താ അതോ ഇരിക്കും. സബോള, തക്കാളി, ക്യാരറ്റ്, കുക്കുംബർ ഇത് ചേർന്നിട്ടുള്ളൊരു കൂട്ടാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര മയോണൈസൊന്നും ചേർത്തില്ലെങ്കിൽ പേളിക്ക് കൊടുക്കണത്. അതാ കൊടുത്തോ. ഒരെണ്ണം കൊടുത്തില്ലേ? നീ എന്നെ കഴിച്ചു. ഇപ്പം കൊണ്ടു നടക്കാൻ കണ്ടല്ലോ അല്ലേ. അപ്പം 3 മുട്ടയുടെ വെള്ളം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ മുട്ടയുടെ മഞ്ഞ അതിലേക്ക് വീണു. അപ്പം അതുകൊണ്ട് 3 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയും ഉപയോഗിച്ച് ഒരു സ്പെഷ്യൽ മയണൈസാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിലേക്ക് ഉപ്പിട്ടു, പഞ്ചസാര ഇട്ടു, വിനാഗിരി 2 സ്പൂൺ ഒഴിക്കാം അല്ലേ. ഒക്കെ നിന്റെ ഐഡിയ. പുളി കൂടണ്ടാന്ന് വെച്ചിട്ടാ. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. വീണ്ടും ഓയിൽ ഒഴിക്കുന്നു. ആ ഒരു മഞ്ഞ വീണ കാരണം കൊണ്ട് തന്നെ ശരിക്കും മയണൈസിന്റെ അപകടകാരിത ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നോക്കിയാ ഈ ഓയിലാണ് കൂടുതൽ. ഓയിലാണുള്ളത്. മയണൈസ് റെഡി. നോക്കി നോക്കിയേ ഇത്ര കട്ടി പോരെ. കണ്ടോ അതിൻ്റെ കുഴപ്പം മനസ്സിലായില്ലേ ഇപ്പോൾ എന്തോരം. അടിപൊളി ടേസ്റ്റ്, ബെസ്റ്റ് അതിൻ്റെ കലകനുണ്ട്. ഒരു കട്ടി കൂടിയാണ്. കട്ടി കുറച്ച് ഈ വാഷ് മാറ്റാത്ത കാരണം കൊണ്ടാ ഇവിടെ ആകെ ഒഴിച്ചിട്ട്. നീ മേശ ഒഴിവാക്കാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റട്ടെ. എന്താ കട്ടി കൂടി തന്നെ നമ്മൾ വേവിക്കാനില്ല കഴിഞ്ഞു. അല്ല നമ്മളത് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അരിക്ക് ഉപ്പ് പൊടി ഇടണം. ഉപ്പ് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യണോ. അതും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നാരങ്ങ നീരും കൂടി ഇത് പിടിച്ചാൽ ഇനി ചെറുനാരങ്ങ നീര് പിഴിയണം. ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് നോക്കിയിട്ട് പിന്നെ പുളിയുണ്ടോ നോക്കിയിട്ട് മതി. ചിക്കൻ പീസ് അരീനം കഴിച്ച് വയ്ക്കുക. നമ്മുടെ ഈ ചിക്കൻ്റെ ഇതുകളില്ലേ ഇതിനെ ഒന്ന് സ്ലൈസ് ആക്കണോ ചെറുതായിട്ട് കേട്ടാ. ഇതിങ്ങനെയാക്കണോ അതിൻ്റെ സാധനം. അടിപൊളിയല്ലേ? ഇത്ര പുളി മതി. അപ്പം നീ പുളി ആക്കണ്ടേ. ജഗുവിനെ വിളിച്ചോ. സാധനം സെറ്റായി. ചിക്കൻ അരിഞ്ഞത് പ്ലേറ്റിലേക്ക് ഇരുന്നു കേട്ടോ. കഴിഞ്ഞു പരിപാടി. നമ്മുടെ കുബൂസ് റെഡിയാണ്. ചിക്കൻ പീസുകളാക്കി അതിലത്തേക്കുള്ള വെജിറ്റബിൾ പിന്നെ മയണൈസ് സെറ്റാക്കി. ഇനിയിപ്പോൾ കുറേ മയോണൈസ് ഉണ്ടാക്കി. കുറേ മയോണൈസ് നമ്മൾ ആദ്യത്തെ ഉണ്ടാക്കാൻ പോണു. മയണൈസ് പരത്തുന്നത് ഇതിപ്പോൾ തേക്കി ചെറുതായിട്ട് മതി കേട്ടോ. 1 ടീസ്പൂൺ കൂടുതലിട്. ഓക്കെ ഞാൻ ആക്കണം. പുറത്തേക്ക് ആക്കല്ലോ ചേട്ടാ. തുറിക്കൂല്ലേ? അതാകെ കൊളാക്കിയ മര്യാദക്ക് ഞാൻ വൃത്തിയിൽ തയ്ക്കും. അയ്യോ എനിക്കൊന്നും ചെയ്യല്ലേ ചേട്ടൻ. അത് അത് ഞാൻ തിന്നും. ഏത് അത് അതെ പിന്നെ കുഴപ്പമില്ല. ഇതിലൂടെ ആക്കണം. ആര് കഴിക്കായാലും അത് ഇനിയും മയണൈസ് ഇനി ഇടും. അതറിയാം. നീ ഈ സാധനം ടീസ്പൂൺ തമാശ വയ്ക്കണോ. കുറച്ച് മതി. അത് അല്ലെങ്കിൽ പുറത്തേക്ക് പോയില്ലേ. ബാക്കി നമുക്ക് കഴിക്കാലോ. ചിക്കൻ ഒന്നും കൂടി പൊടിയായിട്ട് വേണമെങ്കിൽ അരിയാലേ. ഇനി ഇത്തിരി മയോണൈസ് കൂടി ഒഴിക്കാനുള്ള മയോണൈസ് അല്ല ശരിക്കും. മതി ഇത്ര മതി. അങ്ങനെ ഉൾക്കടിക്കാൻ പോണോ. കഴിച്ചോ ചേട്ടൻ കഴിച്ചോ. ഇതെങ്ങനെയാണ് ചേട്ടൻ കഴിക്കണതെന്ന് എനിക്കൊന്ന് കാണണം. തിരക്കായി. നിനക്ക് കഴിക്കണത് ഞാൻ കഴിക്കാൻ പോണോട്ടാ. ജഗ് മാറുന്നോ.
വെരി മേലുകൂടെ ഒറ്റ വീഴും. ഞാൻ ഉണ്ടാക്കാം. ആ ജഗ്ഗുവിനുള്ളത് ജഗ്ഗു തന്നെയാണ് ചെയ്യാൻ പോണത്. സരിത അടിപൊളി ടേസ്റ്റാട്ടത്. അതെ ജഗ്ഗു എന്തിട്ടാ കാണിക്കാൻ പോണെന്നോട്ടെ എനിക്ക് അച്ഛനെ കുറ്റം പറഞ്ഞിട്ട്. എന്തേ കഴിഞ്ഞ വില കോച്ചിപ്പിടുത്തം വന്നാ ഇതേ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കണം. ഇത് ചേട്ടൻ ഉണ്ടാക്കണത് മുറ്റത്ത് നിന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അകത്ത് പോയി നോക്കിയേ എല്ലായിടത്തും ഉറ്റു പോയിട്ട് ഡ്രസ്സ് മിലിക്ക് കുടയല്ല ഏട്ടാ ഞങ്ങളുടെ മിലിക്കാക്കല്ലേ അകത്തുനിന്ന് കഴിക്കിയത്. ജഗ്ഗു സാലഡിന് വരെ ചിക്കനാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മയണൈസ് ആക്കല്ലേ. കരിമ ചെയ്തട്ടാ. ഒരു കാര്യം ഞാൻ പറയാം, ആളുകൾ ഇതിന് മൈനസിന് അഡിക്റ്റ് ആകുന്നത് പെയിന്റ് അടിക്കാൻ പോയി. അതായത് ഷവർമ്മയ്ക്ക് അഡിക്റ്റ് ആവുന്നതിൻ്റെ അത്ഭുതമില്ല. അത്ര ടേസ്റ്റ് അല്ലേ. ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. മരത്തിന് ടിഷ്യൂ പേപ്പർ ആക്കി കുറച്ചുകൂടി മയണൈസ് ആവായിരുന്നു അല്ലേ. കണ്ണാടേ അയ്യോ ചേട്ടന്റെ കണ്ണാടാ കടിച്ചോണ്ട് പോയി ചാർലി. നീ 3 മൂളല കേട്ടുള്ളൂ, പക്ഷെ അതില് വലിയ വലിയ ചെറികളാണുള്ളത് അല്ലേ. പൊട്ടാ അത്ര ഉള്ളു. കഴിയട്ടെ. ഞാൻ ഉണ്ടാക്കട്ടെ. എനിക്ക് പറഞ്ഞ മുഴുവൻ കഴിക്കാൻ പറ്റാവോ? എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോയിട്ട് ഭാഗ്യത് കണ്ടത്. ആ അതന്നെ ഒരു കാര്യട്ടാ, അടിപൊളി ടേസ്റ്റാണിത് സാധനം. അതെ പടം മൈനസ് ഇത്രയ്ക്ക് അധികം വേണ്ട അല്ലേ. നിനക്ക് നോക്കി എന്തോരം മൈനസ് ഉണ്ടാക്കിയേ. ഇത് സലാഡ് നന്നായിട്ടിട്. ഇട്ടു. അത് ഇത്തിരി കൂടി ഇട്, നിറച്ചിട്. എന്നിട്ട് ചേട്ടന്റെ പോലെ തുറച്ചിട്ട് പോവാനാണോ? അല്ല അത് കൂട്ടി തിന്നുമ്പോഴാണ് ടേസ്റ്റ്. അല്ലാണ്ട് വെറുതെ നിങ്ങട് ഞാൻ അതിൻ്റെ ടേസ്റ്റിൽ തിന്നപ്പോഴുള്ള കാര്യം പറയുന്നത് അനുഭവം പങ്കുവയ്ക്കുകയാണ് നിങ്ങളായിട്ട്. ഈ ഇതില്ലേ സലാഡ് കണ്ടമാനിടണം. മതി മതി മതി. ശരി, നിങ്ങൾ എന്തായാലും ചെയ്യും. ഇത്ര മതി. അത് ഒലിച്ചു പോണത് അതിലത്തെ മറ്റേ സലാഡിലത്തെ വെള്ളമാണ്. അതിന് ഭയങ്കര രസമല്ലേ സരിത? മോത്തമ്പലത്തെ ഇത് കളഞ്ഞാണ്. നല്ല രസമുണ്ടല്ലേ? രസമുണ്ട്. അപ്പം നമ്മളൊക്കെ ആ ചെക്കൻ്റെ പേരെന്നാ ചാനലിന്റെ പേരറിയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ഉണ്ട്. മോത്തൊക്കെ നിറച്ചാ ഇവിടെയൊക്കെ എത്തി. മോൻ കഴിയിട്ട് വാ. ശരി. ഓ പറയണ ആളെ ഇങ്ങനെ നടന്നാവോ. ഷെഫറ്റ് ഉണ്ണി ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വരും. ആ അവനുണ്ടാക്ക്. അപ്പോൾ നീ ഇതിനൊരു ഉണ്ടാക്കട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കണം നിർബന്ധമാണോ? ഞാനൊരു എനിക്ക് പിഴവുകൾ തീർത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇതൊരു സൂചി കൂത്തുണ്ടായിരുന്നു. സൂചി ഇത് കഴിച്ചോളൂ. ഇത് പിടിക്കുക. അപ്പോൾ ഒരു ഷവർമ്മ അല്ലാട്ടിന് ജഗ്ഗു കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അധികം നമ്മൾ ഉണ്ടാക്കിയില്ല, നമുക്ക് അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാത്ത കാരണമാണ്. അല്ലെങ്കിൽ ഒരു 10-15 ഉണ്ടാക്കായിരുന്നു അല്ലേ. തിരുമുടി മൈദ ഒരു 3-4 കപ്പ് എടുക്കായിരുന്നു അല്ലേ. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. കൊണ്ടുപോയി കൊടുത്തോ.